ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ അതാ ഉറക്കണീറ്റേ ഉള്ളൂ. ഇനി ബ്രഷ് ചെയ്യണം. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചൂടാക്കി ദോശയും മീൻകറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. മീൻകറി ഇന്നലെ നമ്മൾ വെച്ചതാണ്. അപ്പം മുടിയൊക്കെ ചീവി സെറ്റായിട്ടുണ്ട്. അപ്പം കുക്കറിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ചോറിന് വേണ്ടി അരിയും വെള്ളത്തിലേലായിട്ട് അടുപ്പിൽ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശയും പിന്നെ ഇന്നലത്തെ മീൻകറിയായിരുന്നു കേട്ടോ. ചൂര മീൻകറിയാണുള്ളത്. ഇന്നലെ സെറ്റാക്കിയതാണ്. അപ്പം തലേന്ന് ഉണ്ടാക്കുമ്പോഴേട്ട് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്കത്തേക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കേണ്ട, മീൻ മാത്രം വറുത്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ കുറച്ച് വെള്ളം കുടിക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇക്ക വരാറാവുന്ന ടൈമിൽ മീൻ വറുക്കണം. മീൻ വറുക്കുന്നൊരു ജോലി മാത്രമേ ഉള്ളൂ. അത് ഇക്ക വരാറാവുമ്പോൾ അടുപ്പിച്ച് ചെയ്താൽ മതി. ഇവിടെ വേറെ പണിയൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സെറ്റായി. വെളിയിൽ നല്ല മഴക്കാറുണ്ട്. വെളിയിൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കൈസ് പുളി പോലെ തേറ്റപ്പോഴും നല്ല പുളി പോലെ ഇരിക്കുന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഗൈസ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചു. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇക്ക വരുന്നവരെ കിടക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കിടക്കുന്നു. ഉറങ്ങത്തൊന്നുമില്ല, വെറുതെ കിടക്കും. അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ കുക്ക് ചെയ്യാറാണ് പതിവ്. ഇപ്പം ഇന്നിപ്പോൾ ഒന്നും വെക്കാനില്ലാത്തതുകൊണ്ട് ഫോൺ നോക്കി കിടക്കും. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചൊക്കെ കിടക്കും. ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നു. അതിനുശേഷം ഞാൻ മീൻ വറുക്കാനായിട്ട് പോവുകയാണ്. പുറത്ത് നല്ല മഴ പെയ്ത്, ഇപ്പോഴും എന്താ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. മനുഷ്യരം നമ്മൾ മസാലയൊക്കെ ആക്കി വെച്ച മീൻ എടുത്ത് പൊരിക്കും. ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഈ പൊടികളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചെറുപയർ തോരൻ, അച്ചാറ്, മീൻ വറുത്തത്, മീൻ കറി. അപ്പം കഴിക്കട്ടെ കേട്ടോ. ഇതാണ് ഇന്നത്തെ ലഞ്ച് ഗൈസ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ക്യാമറ ഇവിടെയാണ് ഇരിക്കുന്നത്, അതാണ് ഇവർക്ക് വ്യത്യാസം വരുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചു, ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കിടക്കുക. ഉറങ്ങത്തൊന്നുമില്ല. ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം കുറവാണ് എനിക്ക്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫോണിൽ കളിച്ച് കുറച്ച് നേരം കിടക്കും. പിന്നെ എണീക്കണം, കുളിക്കണം. തല കഴുകത്തില്ല. ഇന്ന് ഹെയർ വാഷ് ഡേ അല്ല. ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഹെയർ വാഷ് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ ബോഡി വാഷ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇക്ക വർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇക്ക കഴിക്കത്തില്ല, ഇങ്ങനെ കൊണ്ടുതരും എനിക്ക്. ഇതാ ഒരു ക്രോസൻ്റ് ഉണ്ട്. പിന്നെ അതായത് ഒരു പീസ് കേക്ക്, പിന്നെ ഒരു ആപ്പിള്, ഇത്രയാണ് അവർ കൊടുക്കുന്നത്.
ഡ്യൂട്ടി പ്ലേസിൽ. അപ്പോൾ ഇക്കയും കൊണ്ടുവന്നതാട്ടോ. അപ്പം കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. ചോറ് കഴിച്ചിട്ടൊരു മധുരം കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് അടുത്തത് ഇതാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. കഴിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ഇല്ല, വെറും ഇത് മാത്രം. ഫില്ലിങ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഗൈസ്, ഞാൻ കുളിച്ച് ഫ്രഷായി വന്നു. ഹെയർ വാഷ് ചെയ്തില്ല, ബോഡി വാഷ് ചെയ്തു. ഇനി ചായ ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, നമ്മുടെ ടീ ടൈമാണിപ്പോൾ. ഉഴുന്നുവട, പരിപ്പുവട, ഉള്ളിവട, സമൂസ, പിന്നെ കട്ടൻ ചായയും ഇത്രയുണ്ട്. അതിവിടെ ഉണ്ടാക്കിയതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഇക്ക വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഈവനിങ് വരെ ഉള്ളതാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. രാത്രി പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തൊന്നും ഞാൻ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ തെറ്റും പോരായ്മകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.